കഴിഞ്ഞ ദിവസം വെച്ച് അവിടെ കുറച്ച് വെട്ടിക്കൊണ്ടിരിക്കുക കൊലകൾ എല്ലാം ഒരുമാതിരി ഓരോ ബ്ലക്ക് ഇങ്ങനെ എല്ലാം വെട്ടി തീർന്നു. അല്ലെങ്കിൽ വിത്തുകളൊന്ന് പിരിച്ചെടുത്ത് നടാനുള്ള പരിപാടിക്കുക. വിത്തുകൾ ആവശ്യമുള്ളത് ബന്ധപ്പെട്ട് നല്ല ഇനം വാഴയാണ്, നാടൻ വാഴയാണ്. ഒരു വിത്തുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു കൊല ഒരു 12, 13, 14 തൊട്ട് ഒരു 10 മേലോട്ടുള്ള കൊലകളുണ്ട്. പിന്നെ ചെറിയ കൊലകളുണ്ട്, അത് ചെറിയ കേടൊക്കെ ഒന്നുമില്ല. അത്തരം ബാക്കി വിത്തുകൾ നമ്മൾ പിരിക്കുകയാണ്. വിത്ത് പിരിക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. നമ്മളിങ്ങനെ തടവെടുത്തിട്ട് നമ്മൾ അരിവടി കാന്താരിമുളക് നട്ടായിരുന്നു. അത് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അത് പോകാതെ വേണം നമ്മൾ വിത്ത് പിരിക്കേണ്ടത്. നമ്മൾ വിത്ത് പിരിക്കാൻ വേണ്ടി ഒരു ചൂളുണ്ടാക്കിയിട്ടുണ്ട്, ഇലവാങ്ക് പോലെ. ഇത് വെച്ച് തള്ളി എടുക്കാനായിപ്പോൾ തള്ളിയിടും. മുളക് പോകാതെ വേണം നമുക്ക് പിരിക്കുക. എല്ലാം കൂടെ നമ്മൾ കാന്താരിയും കൂടെ വെച്ച് പിടിക്കാം. ചിലർക്ക് പിടിച്ചു, ചിലർക്കും ഈ ടൂളുണ്ടെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പിരിച്ചെടുക്കാം. പക്ഷേ കൂടുതൽ മാത്രമാണെങ്കിൽ വളരെ പാടാണ്. സിമ്പിളായിട്ട് പിരിച്ചെടുക്കാം. എല്ലാം നമുക്ക് പിരിക്കാനുണ്ട്. ഇത് പറ്റിയതാ ഇത്രയും പിരിക്കണം. ഇനി എല്ലാം പിരിച്ച് വാഴവിത്തുമ്പൊക്കെ നേരത്തെ കുറച്ച് പിരിച്ചിട്ടുണ്ട്. ചുവന്ന വാഴയുടെ എനിക്ക് പിരിച്ചിട്ടേ ചുവന്ന വാഴ പിന്നെ വാഴയുടെ കുറച്ച് പിരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുറേ പിരിച്ച് വെച്ചാൽ ഇന്നലെ പിരിച്ച് വെച്ചാൽ ഇതുപോലെ ചുവന്ന വാഴയുടെ വിത്തും പിരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ 10-200 വിത്തോളം കാണും. ഓരോ ദിവസം രാവിലെ ചെയ്യുന്നുണ്ട്, ഓരോ ദിവസം കുറേച്ചായിട്ട് പിരിക്കുക. എൻ്റെ പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.